ഹലോ എവരിവൺ, വെൽക്കം ടു പവർ പ്ലേ വിത്ത് BC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യയുടെ T20 സ്ക്വാഡിനെ പറ്റിയിട്ടാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ഓൾറെഡി നമ്മൾ ODI സീരീസ് ജയിച്ചു. ടെസ്റ്റ് മാച്ചുകൾ ദയനീയമായിട്ട് പരാജയപ്പെട്ടെങ്കിലും ODI സീരീസിൽ ഒരു മത്സരം തോറ്റിട്ടും മൂന്നാമത്തെ മത്സരത്തിൽ അതിഗംഭീരമായിട്ട് ഏകപക്ഷീയമായിട്ട് വേണമെങ്കിൽ ജയിച്ചു എന്ന് പറയാം. അതിന് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം ഒബ്വിയസ്ലി വിരാട് കോഹ്ലി ഈസ് ബാക്ക് ഇൻ ഹിസ് പ്രൈം ഫോം അല്ലേ. ആ മൂന്നാമത്തെ മത്സരം കണ്ടപ്പോഴാണ്, പ്രത്യേകിച്ച് 2 സെഞ്ചുറീസ് ഓൾറെഡി അടിച്ചെങ്കിൽ പോലും ആ തേർഡ് മാച്ചിലെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, പഴയ 2016 ആ ഒരു പീക്ക് വിരാട് കോഹ്ലിയുടെ ആ ഒരു സാധനം നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി വളരെ ഹാപ്പിയാണ്. കാരണം ഏതൊരു ക്രിക്കറ്റ് ഫാനും ആഗ്രഹിക്കുന്നത് ഫോമിലുള്ള റൺസ് സ്കോർ ചെയ്യുന്ന, ഏത് കളിക്കിറങ്ങിയാലും ഈ കളിയിൽ സെഞ്ചുറി അടിക്കുമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു വിരാട് കോഹ്ലിനെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ഒരു വിരാട് കോഹ്ലിനെ കണ്ടടോ, ഞാൻ ആ പഴയ ഇതെന്നുള്ള ഡയലോഗ് പോലെ തന്നെ ആ പഴയ കിങ് കോഹ്ലിനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറച്ചുകൂടെ ടാർഗറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഹാട്രിക് സെഞ്ചുറീസ് അടിച്ചിട്ടേ പോവുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ചേസ് ചെയ്യാനായിട്ട് കുറച്ച് റൺസ് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ആ ഒരു ചേസ് അടിപൊളിയായിട്ട്, ചേസ് മാസ്റ്ററാണ് കിങ് കോഹ്ലി അല്ലെങ്കിലും. ആൻഡ് ഇറ്റ് ഈസ് വെരി ഹാപ്പി ടു സീ ഹിം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ T20 പോകുന്നത്. ഇനി അടുത്ത ODIs ഇനി എപ്പോഴാണ് വരിക എന്നുള്ളതൊന്നും കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. ആൻഡ് കോഹ്ലി ഒബ്വിയസ്ലി നമുക്ക് നിലവിൽ ODIs മാത്രമേ കളിക്കുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞൊരു 2-3 ഇയേഴ്സ് ആയിട്ട് നമുക്ക് ODIസിൻ്റെ എണ്ണം വളരെ കുറവാണ്, ബൈലാറ്ററൽസ് കുറവാണ്. ഇന്ത്യ ആക്ച്വലി പണ്ടത്തെ പോലെ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇന്ത്യ അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രൈ സീരീസോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സീരീസുകൾ ODIസിന് വേണ്ടി വെക്കേണ്ടതാണ്. കാരണം കൂടുതലും നമ്മളിപ്പോൾ ഫോക്കസ് T20 അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന രീതിയിലാണ് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വേൾഡ് കപ്പ് 2027 ബട്ട് എല്ലാ 2 വർഷം കൂടുമ്പോൾ ഈ T20 വേൾഡ് കപ്പ് വരുന്നതുകൊണ്ട് T20ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രാധാന്യം ഈ സീരീസൊക്കെ നിശ്ചയിക്കുന്ന സമയത്ത് കൊടുക്കാറുണ്ട്. ODIസിൻ്റെ എണ്ണം വളരെ കുറവ്, 3 മത്സരം. പണ്ടൊക്കെ ആണെങ്കിൽ എപ്പോഴും ഓർമ്മയുണ്ട്, ഇംഗ്ലണ്ടിനെതിരെയൊക്കെ നമ്മൾ 7 മാച്ച് ODI സീരീസ്, ഓസ്ട്രേലിയക്കെതിരെ 7 മാച്ച് ODI സീരീസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ അതൊന്നും കാണാനില്ല, ജസ്റ്റ് 2 കളി 3 കളിയൊക്കെയാണ് നടക്കുന്നത്. എനിവേ, എന്തായാലും ഇന്ത്യ ജയിച്ചതിൽ സന്തോഷം, കോഹ്ലി ഫോം ആയതിൽ സന്തോഷം. അദ്ദേഹത്തിന് ആ ഒരു ഫോം നിലനിർത്താൻ സാധിക്കട്ടെ. 2027 വേൾഡ് കപ്പിലും ഇന്ത്യക്ക് വേണ്ടിയിട്ട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഉണ്ടാവട്ടെ. രണ്ടുപേരും ചേർന്ന് കപ്പടിച്ചുകൊണ്ട് അവരുടെ കരിയർ അവസാനിപ്പിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം. സോ കമ്മിങ് ടു ദ T20 സൈഡ്, T20 സ്ക്വാഡ് അനലൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഈ ഒരു T20 സ്ക്വാഡ് കഴിഞ്ഞ 2-3 ദിവസമായിട്ടേ ഉള്ളൂ പ്രഖ്യാപിച്ചിട്ട്. സാധാരണ ഇങ്ങനൊരു സീരീസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു 2 ആഴ്ച മുന്നേ ഒക്കെ ഇങ്ങനെ സ്ക്വാഡ് പ്രഖ്യാപിക്കാറുള്ളതാണ്. ബട്ട് ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം, ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്ന നമ്മുടെ T20 കുത്തിക്കയറ്റപ്പെട്ട വൈസ് ക്യാപ്റ്റന് പെഡലിക്ക് ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അദ്ദേഹം ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് സ്ക്വാഡ് പ്രഖ്യാപിക്കാമെന്നുള്ളൊരു സ്കീമായിരുന്നു അഗാർക്കറും സംഘവും സ്വീകരിച്ചിരുന്നത്. ആൻഡ് നിലവിൽ അദ്ദേഹം ക്ലിയർഡ് ആണ്, ഫിറ്റാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഓപ്പണിംഗ് ഒരു ലൈനപ്പിൽ ശുഭ്മാൻ ഗിൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്ക്വാഡ് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ 9-ാം തീയതിയാണ് ഈ മത്സരം ആരംഭിക്കാൻ പോകുന്നത്. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനും ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റനുമാണ്. പിന്നെ നമുക്ക് ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയുണ്ട്, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, ശിവൻ ഡൂബെ, അക്സർ പട്ടേൽ, ജിതേഷ് ശർമ്മയാണ് വിക്കറ്റ് കീപ്പർ. അതുപോലെ സഞ്ജു സാംസണും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി, അർഷദീപ് സിംഗ്, കുൽദീപ് യാദവ്, ഹർഷിത് റാണ ആൻഡ് വാഷിംഗ്ടൺ സുന്ദർ. ഇത്രയും പേരെയാണ് ഇപ്പോൾ നമ്മുടെ T20 സ്ക്വാഡിലേക്ക് എഴുതിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും വലിയ ടോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ഓപ്പണിംഗ് സ്ലോട്ടാണ്. കാരണം സഞ്ജു സാംസൺ വളരെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തെ ഓപ്പണിംഗിൽ നിന്ന് മാറ്റി ശുഭ്മാൻ ഗില്ലിനെ ടീമിലേക്ക് കൊണ്ടുവരണം. അദ്ദേഹത്തെ ഒരു ഓൾ 3 ഫോർമാറ്റ് പ്ലെയർ ആക്കി മാറ്റണം. നെക്സ്റ്റ് വിരാട് കോഹ്ലി അല്ലെങ്കിൽ നെക്സ്റ്റ് രോഹിത് ശർമ്മ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്കാണ് ശുഭ്മാൻ ഗില്ലിനെ BCCI പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു പോസ്റ്റർ ബോയ് എന്ന ഇമേജാണ്. കാരണം അവരുടെ ഈ ബിസിനസ് കാര്യങ്ങളാണെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളാണെങ്കിലും ഈ ബ്രാൻഡ് വാല്യൂ ബിൽഡ് ചെയ്യുന്നതിന് ഇങ്ങനെയുള്ള സ്റ്റാർ പ്ലേയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോഹ്ലി ഇപ്പോൾ ഓൾമോസ്റ്റ് വിരമിച്ചു, ഇനി ODIസിൽ മാത്രമേ ഉള്ളൂ. രോഹിത് ശർമ്മയാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം അടുത്ത ഒരു ബിഗ് സ്റ്റാർ പ്ലെയർ, അപ്പോൾ നമുക്ക് ഒരു കാലത്ത് സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടായിരുന്നു, പിന്നീട് മഹേന്ദ്ര സിംഗ് ധോണി ആയിരുന്നു, അതിനുശേഷമാണ് കോഹ്ലിയും രോഹിത്തും ഒക്കെ വരുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗില്ലിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഈവൻ ദോ ഗിൽ ഈസ് എ ഗുഡ് പ്ലെയർ, അദ്ദേഹം നല്ല പ്ലെയർ ആണ്, നല്ല കാലിബറുള്ള പ്ലെയർ ആണ്. പക്ഷേ ടെസ്റ്റ് മാച്ചസിലും ODIസിലും ഈസ് ഫിറ്റ്, കറക്റ്റ് ഫിറ്റാണ്. T20 സ്ക്വാഡിൽ ഇടയ്ക്കൊക്കെ അദ്ദേഹം 1-2 നല്ല ഇന്നിങ്സ് കളിക്കുമെങ്കിൽ പോലും ജനറലി അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം രീതി എന്ന് പറയുന്നത് T20ക്ക് അത്ര സ്യൂട്ടാവുന്ന ഒരാളല്ല. മാത്രമല്ല നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന ഒരു T20യുടെ മോഡ് എന്ന് പറയുന്നത് തന്നെ ഫുൾ എക്സ്പ്ലോഷൻ ആയിരുന്നു. സഞ്ജുവും അഭിഷേക് ശർമ്മയും മാത്രം കളിക്കുന്ന സമയത്ത് ഓപ്പണിംഗ് തന്നെ അടിച്ചങ്ങ് കയറും. ഒരു 5 ഓവറിൽ 80-90 റേറ്റൊക്കെ ആയിരുന്നു കയറിക്കൊണ്ടിരുന്നത്. അതിനൊന്ന് ബ്രേക്ക് ഇടാനായിട്ട് ശുഭ്മാൻ ഗില്ലിൻ്റെ ഇൻക്ലൂഷൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അത് സഞ്ജുവിനോട് ചെയ്യുന്നൊരു അൺഫെയർ പരിപാടിയാണ്. അദ്ദേഹത്തെ നമ്പർ 5 കൊണ്ടുവന്നു. പിന്നീട് ലാസ്റ്റ് 2-3 മത്സരങ്ങളിൽ ജിതേഷ് ശർമ്മയാണ് വിക്കറ്റ് കീപ്പർ റോളിൽ വന്ന് ഫിനിഷർ ആയിരുന്നത്. കാരണം ഫിനിഷർ റോളിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവർ ജിതേഷ് ശർമ്മയ്ക്ക് കൂടുതൽ വാല്യൂയും. അൺഫോർച്യുനേറ്റ്ലി ജിതേഷ് ശർമ്മയുടെ ലാസ്റ്റ് കുറച്ച് പെർഫോമൻസ് വളരെ പരിതാപകരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ സഞ്ജുവിനെ ആയിരിക്കാം ഫസ്റ്റ് T20യിൽ വീണ്ടും പ്രിഫറൻസ് കിട്ടാൻ സാധ്യതയുള്ളത്. ബട്ട് യു നെവർ നോ. ഒരുപക്ഷെ ഗില്ല് ഫിറ്റ് അല്ലായിരുന്നെങ്കിൽ സഞ്ജു വുഡ് ഹാവ് ബീൻ ദ ബെസ്റ്റ് ചോയ്സ് ഫോർ ഓപ്പണിംഗ്. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ആയിരുന്നു ഓപ്പൺ ചെയ്യേണ്ടിയിരുന്നത്. ബട്ട് ഗില്ല് അസ് ഓഫ് നൗ ഫിറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്ടേഷനിൽ ഗംഭീർ പോകുന്നൊരു ലൈനപ്പ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ശുഭ്മാൻ ഗിൽ
പ്ലസ് അഭിഷേക് ശർമ്മ ഓപ്പണിംഗ്, നമ്പർ 3 സൂര്യകുമാർ യാദവ്, നമ്പർ 4 തിലക് വർമ്മ, നമ്പർ 5 ഹർദിക് പാണ്ഡ്യ, നമ്പർ 6 വരുമ്പോൾ either he will go with അക്ഷർ പട്ടേൽ ഓർ ശിവൻ ഡൂബെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പിച്ച്. ഒരുപക്ഷെ ശിവൻ ഡൂബെ അല്ലെങ്കിൽ അക്ഷർ പട്ടേൽ ആയിരിക്കും. മൈ പേഴ്സണൽ പ്രിഫറൻസ് ഈസ് ഒബിയസ്ലി അക്ഷർ പട്ടേലാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ കളിക്കുന്ന സമയത്ത് അക്ഷർ പട്ടേലാണ് കുറച്ചുകൂടെ ഇമ്പാക്ട്ഫുൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ജിതേഷ് ശർമ്മ ആയിരിക്കാം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് ഫസ്റ്റ് പ്രിഫറൻസിൽ വരാൻ സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി, ഹർഷദീപ് സിംഗ്, ഹർഷിത് റാണയെ കളഞ്ഞിട്ടൊരു ലൈനപ്പ് എന്തായാലും ഗംഭീർ ഇടാൻ സാധ്യതയില്ല. സോ 2 ഫാസ്റ്റ് ബൗളേഴ്സായിട്ട് ജസ്പ്രീത് ബുംറയും ഹർഷിത് റാണ വരികയാണെങ്കിൽ ചിലപ്പോൾ ഹർഷദീപ് സിംഗിന് ചാൻസ് കിട്ടാനുള്ളൊരു സാധ്യത കുറവ് ഞാൻ കാണുന്നുണ്ട്. കാരണം ഹർഷദീപ് ആക്ച്വലി നമ്മുടെ മെയിൻ ബോളറാണ്, വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ്, T20 നമ്മുടെ ബെസ്റ്റ് പെർഫോമറാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് T20 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ടീമിൽ അങ്ങനെ ഇടം കിട്ടിയിട്ടില്ല. സോ ഹർഷിത് റാണയ്ക്ക് അവർ പ്രിഫറൻസ് ഗംഭീർ കൊടുക്കുന്നുണ്ട്, ഒരു ട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹർഷിത് റാണയും ജസ്പ്രീത് ബുംറയും ആയിരിക്കാം ഒരുപക്ഷെ കംപ്ലീറ്റ്ലി ഒരു ഫാസ്റ്റ് ബോളേഴ്സായിട്ട് ടീമിൽ ഉണ്ടായിരിക്കുക. സ്പിന്നേഴ്സായിട്ട് കുൽദീപ് യാദവ്, വാഷിംഗ്ടൺ സുന്ദറിനെ ഒരു ഓൾറൗണ്ടർ സ്പേസിലേക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അദ്ദേഹത്തെ ഒരു ഫ്ലോട്ടിംഗ് ബാറ്റ്സ്മാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്പർ 3 ഇറക്കാറുണ്ട്, നമ്പർ 4 ഇറക്കാറുണ്ട്, നമ്പർ 8 ഇറക്കാറുണ്ട്. അപ്പം ഈ ഒരു ചാൻസിൽ പോകാനുള്ള സാധ്യത ഹൈ ആണ്. ഉറപ്പായിട്ടും കളിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും വരുൺ ചക്രവർത്തിയും ജസ്പ്രീത് ബുംറ അതുപോലെ തന്നെ ഹർഷിത് റാണ ഇവർ 3 പേരും കൺഫേം ആണ്. ഹർഷദീപിൻ്റെ കേസാണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്. ഹർഷദീപ് സിംഗ് അതുപോലെ കുൽദീപ് യാദവ് ഇവർക്ക് 2 പേർക്കും ചിലപ്പോൾ മാച്ചിങ് പ്ലേയിങ് 11 ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശുഭ്മാൻ ഗില്ലിനെ ഈ ഒരു ടീമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ല. ഹി ക്യാൻ ബി ക്യാപ്റ്റൻ ഇൻ ODI ആൻഡ് ടെസ്റ്റ് മാച്ചസ്. ബട്ട് T20 സഞ്ജു പ്ലസ് അഭിഷേക് ആണ് ബെസ്റ്റ് ഓപ്പണിംഗ് കോമ്പോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്പർ 3 സൂര്യകുമാർ യാദവ്, നമ്പർ 4 തിലക് വർമ്മ, നമ്പർ 5 ഹർദിക് പാണ്ഡ്യ, നമ്പർ 6 ഇന്ത്യയിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ ഐ വിൽ പ്രിഫർ അക്ഷർ പട്ടേൽ. നമ്പർ 7 നമുക്ക് വാഷിംഗ്ടൺ സുന്ദറിനെ ഇടാം. അദ്ദേഹത്തെ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലോട്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സോ നമ്പർ 7 വരെയായി. നമ്പർ 8 വരുന്ന സമയത്ത് ഞാൻ ഉറപ്പായിട്ടും ഹർഷദീപ് സിംഗിനെ കളിപ്പിക്കും. ഹീ ഈസ് അവർ ബെസ്റ്റ് ബോളർ ഇൻ T20s ഇൻ ദ റീസെൻറ്റ് ടൈംസ്. സോ ഹർഷദീപ് സിംഗിന് എൻ്റെ ടീമിൽ എന്തായാലും ഇടവുണ്ടാവും. നമ്പർ 8 വരുന്ന സമയത്ത് വരുൺ ചക്രവർത്തി ആൻഡ് 2 ഫാസ്റ്റ് ബൗളേഴ്സായിട്ട് നമുക്ക് മൂന്നാമത്തെ ഫാസ്റ്റ് ബൗളറായിട്ട് ജസ്പ്രീത് ബുംറ ആൻഡ് ഹർഷിത് റാണ. അപ്പോൾ 3 ഫാസ്റ്റ് ബൗളേഴ്സ് ഉണ്ടാവും, നമുക്കൊരു 3 സ്പിന്നേഴ്സ് കോംബോയും ഉണ്ടായിരിക്കും. അതാണ് കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ട് തോന്നുന്നത്. കാരണം വരുൺ ചക്രവർത്തി, അക്ഷർ പട്ടേൽ പ്ലസ് അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ, 3 സ്പിന്നേഴ്സ് 3 ഫാസ്റ്റ് ബൗളേഴ്സ്, ഇനഫ് ബോളിംഗ് ഡെപ്ത് നമുക്കുണ്ടാവും. ആൻഡ് അതാണ് കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള 11 വരുന്നത്. ഇതിൽ ശിവൻ ഡൂബേനെ വേണമെങ്കിൽ അക്ഷർ പട്ടേലിന് പകരമോ അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിന് പകരമോ ശിവൻ ഡൂബേനെ ഡിപ്പെൻഡിങ് ഓൺ ദ പിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി കളിക്കാം. എന്തായാലും ഈ ഒരു സീരീസ് വളരെയധികം ഹാർഡ് ഫോട്ട് ആയിരിക്കും. കാരണം ഓൾറെഡി ടെസ്റ്റിൽ അവർ ജയിച്ചു, ODIസിൽ നമ്മൾ ജയിച്ചു. ഇവൻ ദോ ODIസിൽ നമ്മൾ ജയിച്ചെങ്കിലും ആദ്യത്തെ 2 മത്സരങ്ങളും നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ നൽകിയിട്ട മാച്ചായിരുന്നു. 3rd മാച്ചിൽ മാത്രമാണ് നമ്മളവരെ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തത്. ആൻഡ് T20 വരുമ്പോൾ ദേ ഹാവ് വെരി ഗുഡ് പ്ലെയേഴ്സ്, നല്ല പ്ലെയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ രസകരമായിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള മാച്ചസ് ആയിരിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളത്. എന്തായാലും ഈ ഒരു സ്ക്വാഡിൽ നിന്നും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നുന്ന ഒരു ലൈനപ്പ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളോടെ പങ്കുവയ്ക്കുക.